ഫിംഗർ മാജിക് കാണാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണല്ലോ അല്ലേ. നമുക്കിന്ന് ഒരു പൂ ഉണ്ടാക്കി നോക്കാം. ഇത് പോളിസ്റ്റർ തുണിയാണിത്. പോളിസ്റ്റർ തുണി കുറച്ച് സ്റ്റാർച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫെവിക്കോളിൽ വെള്ളം കൂട്ടിയിട്ട് അതിലൊന്ന് മുക്കി ഉണക്കി എടുക്കുന്നതാണ്. സ്റ്റാർച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സ്റ്റാർച്ച് ചെയ്താൽ നമുക്കിത് വെട്ടാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് സ്റ്റാർച്ച് ചെയ്യാൻ പറഞ്ഞത്. സ്റ്റാർച്ച് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഭംഗി കൂടുതലോ കുറയോ അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. സ്റ്റാർച്ച് ചെയ്യുന്ന നിർബന്ധമില്ല. ചെയ്താൽ കുറച്ച് എളുപ്പമായിരിക്കും ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ തുണിയിൽ ഇതുപോലെ സ്ക്വയർ പീസുകൾ എടുക്കുവാണേ. ഇത് കണ്ട. അപ്പോൾ 3 അളവിലെടുക്കാം നമുക്ക്. ആദ്യം കുറച്ച് വലിയ അളവിൽ, പിന്നെ കുറച്ച് ചെറുത്, പിന്നെ അതിനേക്കാളും കുറച്ച് ചെറുത്. പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളൊരു 3 അളവിലെടുക്കാം. ചെറിയ പൂവ് ഇത്രയും ചെറുതായിരിക്കും ഭംഗി, ഇതിനേക്കാളും വലുതെടുക്കണ്ട. എന്നിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ഓരോ പെറ്റലെടുത്ത് ശ്രദ്ധിച്ച് നോക്കണേ. ആദ്യം ഇങ്ങനെ കോണോട് മടക്കും, ഒന്നും കൂടെ മടക്കും, ഒരു പ്രാവശ്യം കൂടി, പിന്നെ ഒരു പ്രാവശ്യം കൂടി മടക്കി ഇത്രയാവും. ഇത്ര മനസ്സിലായല്ലോ. ചുമ്മാ കോണോട് ഇങ്ങനെ മടക്കി കൊണ്ടുവരാം. ഒരു പ്രാവശ്യം കാണിച്ചു തരാം. ഇതൊരു സ്ക്വയർ പീസ് നമ്മളിങ്ങനെ മടക്കി കോണങ്ങ് മടക്കി കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ചൊന്നും മടക്കിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കോണ് മടക്കി ഇങ്ങനെ എടുത്തിട്ട് നമ്മളതൊരു പെറ്റലിൻ്റെ ഷേപ്പിലല്ല, ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെട്ടുകയാണ്. ഒന്ന് പതുക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ചരിച്ച് വെട്ടുകയാണ്. പെറ്റലിൻ്റെ ഷേപ്പ് തന്നെ ആയിക്കോളും. ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ വെട്ടി കഴിയുമ്പോൾ ഇങ്ങനെ ഒരെണ്ണം കൂടി ഞാൻ വെട്ടി കാണിച്ചു തരാം. ശ്രദ്ധിച്ച് നോക്കണേ. ഇങ്ങനെ മടക്കി ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് ഇങ്ങനെ ചരിച്ച് അപ്പോൾ നമുക്കിങ്ങനെ പെറ്റുള്ള ഷേപ്പിൽ കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് പണിയുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം തന്നെ കുറേ പീസ് ഇങ്ങനെ വെട്ടിയിട്ടിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇപ്പം പെറ്റലിൻ്റെ ഷേപ്പ് ആയിട്ടില്ല, നമ്മൾ പെറ്റൽ ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. തിരി എടുത്തിട്ട് തിരി തന്നെ കത്തിച്ചേക്കണം, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഓരോ പെറ്റലിൻ്റെ ഷേപ്പ് പോലില്ലേ, അതങ്ങ് മടക്കി പിടിക്കണം. ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇതിൻ്റെ അരികു വഴി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കണം. ഇത് കണ്ട അവിടെ ഒട്ടിയിരിക്കുന്ന കാണാമല്ലോ, ശരിക്കും കാണാമല്ലോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അത് ഒരെണ്ണം ചിലപ്പോൾ ചെയ്യുമ്പോൾ ഒന്ന് പതുക്കെ കൈ പൊള്ളുമായിരിക്കും, കുഴപ്പമൊന്നുമില്ല. വലുതായിട്ടൊന്നും പൊള്ളില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളും. ആദ്യം നമുക്കൊരു ഇച്ചിരി പേടി തോന്നും, അതേമ്പോൾ അങ്ങ് പ്രാക്ടീസ് ആയിക്കോളും. ഇത് ഇങ്ങനെ ഓരോ പെറ്റലും ഇതുപോലെ മടക്കി കുറച്ച് അധികം നേരം കാണിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഉരുകിയല്ല കത്തിപ്പോവും. നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ തന്നെ എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഈ ചെയ്യുന്നതിലാണ് അതവിടെ ഒട്ടുന്നത്. നമ്മളത് ഫാസ്റ്റ് ആയിരിക്കണം. ഇത് ഉരുക്കി ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിയിരിക്കില്ല. ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൈ കാണിക്കണം. മനസ്സിലാവണല്ലേ എന്താ സംഭവം? അത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ശരിയാവും. ആദ്യമൊക്കെ ഒന്ന് കൈകൊള്ളും, അതാരും മൈൻഡ് ചെയ്യേണ്ട. പക്ഷേ ഈ പൂ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കും ഇച്ചിരി കൈകൊള്ളിയതൊന്നും കുഴപ്പമില്ല, അത്ര നല്ല ഭംഗിയാണ്. ഇപ്പോഴാണ് പെറ്റലായത്. ഇതുണ്ട്, ഇങ്ങനെ ഇരിക്കും. ഇതെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ നടുക്ക് നമ്മളതൊന്ന് പതുക്കെ മടക്കിയിട്ടൊരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തേക്ക് കേട്ടോ. പതുക്കെ കട്ട് ചെയ്യാം കേട്ടോ, ചെറുത്, ഭയങ്കര സൂചി കയറാൻ പാകത്തിന്. ഇപ്പം ഇങ്ങനെയാണ് പെറ്റലുണ്ടാക്കണത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണു. ഞാൻ ഇത് പൂ സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളാദ്യം ഇതുപോലെ പൂ ഉണ്ടാക്കുന്ന കെട്ട് കമ്പി, അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കമ്പികൾ എവിടെയാണ് കിട്ടുന്നത്? ക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന കടകളിലെല്ലാം ഇതിന് വേണ്ടി തന്നെ ഫ്ലവർ മേക്കിങ്ങിനുള്ള ഇതുണ്ട്. ഫ്ലെക്സിബിളാണ്, നമുക്ക് ഭയങ്കര ഈസിയാണ്, തുരുമ്പെടുക്കില്ല. ഇങ്ങനത്തെ കമ്പികൾ കിട്ടുന്നു. ഞാൻ നേരത്തെ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവർക്ക് വേണ്ടി ഇതുപോലെ കമ്പി മേടിക്കാൻ കിട്ടും. ഇനി ഇതിൽ നമ്മൾ ചെറുതും വലുതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ കമ്പിയുടെ തുമ്പത്ത് ചുമ്മാ ഒരു കെട്ടിട്ടു, ചെറുത്, അധികം വലുതിടരുത്, ചെറുതിട്ട് വെച്ച് ഇത് നമ്മളവിടെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇങ്ങനെ കീഴ്പോട്ടാക്കിയിട്ട് തല കീഴ്പോട്ടാക്കി ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പെറ്റിൽ ഇങ്ങനെ പിടിച്ചിട്ട് കയറ്റണം, തിരിച്ചു പിടിച്ചിട്ടല്ല. ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. ആദ്യം ഇപ്പോൾ ഒരെണ്ണം കയറ്റി നമുക്കതിൻ്റെ ബാക്കിൽ
പതുക്കെ അധികമൊന്നും വേണ്ട കേട്ടോ, ഒരു ശകലം ഫെവിക്കോളും തൂത്തെടുത്ത്, വളരെ കുറച്ച്, അധികമൊന്നും വേണ്ട, ഒന്നും അവിടെ ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ ഓടി ഓടി നടക്കും. അതങ്ങനെ തൂത്ത് വെച്ച് ചെയ്തോ, അതും അധികം മൈൻഡൊന്നും ചെയ്യണ്ട. ഇങ്ങനെ അടുത്തത് തൂത്തോ വെച്ചുകൊണ്ടേ ഇരുന്നോ, അത് ഉണങ്ങാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിലും ഇത് ഫെവിക്കോൾ തേക്കാൻ മറക്കണ്ട കേട്ടോ. ഒന്ന് പതുക്കെ തൊട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഫെവിക്കോൾ തൂക്കുന്ന അതിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടിയാണ്. ഇപ്പോൾ തൂത്തിലേലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടി ലാസ്റ്റ് നമ്മൾ ഫ്ലവർ ടേപ്പൊക്കെ ചുറ്റി കഴിയുമ്പോൾ അത് ഇരുന്നോളും. പക്ഷേ എന്നാലും കുറേ നാൾ നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട്. ഓരോ പ്രാവശ്യം തൂക്കുമ്പോൾ ഓർക്കോ ഇത് എന്തൊരു പാടാന്ന്. പക്ഷേ അത് നമ്മളങ്ങനെ ചെയ്തങ്ങ് ശീലമായിക്കോളും. ചെയ്ത് തരുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. തൂത്തിലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം അത് ഇരുന്നോളും. പിന്നെ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഇതേ. നമ്മൾ ഇങ്ങനെ പൂവുണ്ടാക്കി കഴിഞ്ഞു കണ്ടോ. അപ്പോൾ ആദ്യം കുറേ പെറ്റലങ്ങ് വെട്ടിയിട്ടിട്ട് ഒരുമിച്ചിരുന്ന് ഉരുക്കിയിട്ട് പിന്നെ പൂവുണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടി അതിന് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് കുറച്ച് ഫെവിക്കോൾ തൂത്തിട്ട് ഇതുപോലുള്ളൊരു കുഞ്ഞ് പീസ്, ഈ ചാർട്ട് പേപ്പറിൻ്റെയൊക്കെ പീസ് എടുത്തിട്ടാൽ മതി. ഒരു ചെറിയ പീസ് എടുത്തിട്ട് അതിനൊരു സ്റ്റോപ്പർ വെച്ച് കൊടുക്കുക. അതവിടെ ഇരുന്നോളും. ഉണ്ടോ, നല്ല ഭംഗിയില്ലേ പൂ കാണാൻ. ഇത്തിരി കഷ്ടപ്പെട്ടാലും നല്ല രസമുള്ള പൂ ഉണ്ടാക്കി നമ്മുടെ വീട്ടിലൊക്കെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലവർ ടേപ്പും കൂടെ ചുറ്റുമ്പോൾ അത് നല്ല അതിനൊന്നും സംഭവിക്കില്ല, നല്ല ഭംഗിയിലിരുന്നോളും. പൂ ഇങ്ങനെ ഉരുക്കിയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പം പക്ഷേ നമ്മൾ ഒരുമിച്ച് അങ്ങ് കുറച്ച് അധികം അങ്ങ് ഉണ്ടാക്കി കൊട്ടയിൽ അറേഞ്ച് ചെയ്യുമോ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മളിപ്പോൾ മേടിക്കുന്ന ഫ്ലവേഴ്സിനേക്കാളൊക്കെ നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇപ്പം പ്ലാസ്റ്റിക്കിനേക്കാളൊക്കെ ഫ്ലവർ ടേപ്പൊക്കെ ചുറ്റുന്നത് നേരത്തെ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ദേ പൂവ് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നല്ല ഭംഗിയുള്ളൊരു പൂവല്ലേ. അപ്പം ഞാനിത് ഇതിലിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെറുതെ ഒരു ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മളുടെ ഈ വീട്ടിൽ പുല്ലിൻ്റെ ചൂലിൻ്റെ അവസാന ഭാഗം ഉണ്ടാവും. ചൂലിൻ്റെ അവസാനത്തെ ഭാഗത്തുള്ള കോലുകളാണ് ഇത് മുഴുവനും. അത് വെറുതെ ഇനാമൽ പെയിൻ്റ് അടിച്ചിട്ട് ഇതേപോലെ കെട്ടി, ഈ 4 വശത്തും മാത്രമേ ഇത് കെട്ടിയിട്ടുള്ളൂ. ഉള്ളിലൊന്നും അതിനൊന്നും കെട്ടിയിട്ടൊന്നുമില്ല. 4 വശത്തും കെട്ടി വെച്ചിട്ട് നമ്മൾ മതിലിൽ തൂക്കിയിടാൻ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് അതിൽ ഫ്ലവേഴ്സ് ആ കമ്പി ഉണ്ടാവുമല്ലോ, ഈ കമ്പി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ കെട്ടി വയ്ക്കുക. ഇടയ്ക്ക് ലീഫ് വയ്ക്കണമെങ്കിൽ ലീഫ് വയ്ക്കാം. പിന്നെ ഇതുപോലെ സാറ്റിൻ റിബണുകൾ ഇടാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ നല്ല നല്ല പൂക്കളൊക്കെ വീട്ടിലുണ്ടാക്കി അറേഞ്ച് ചെയ്തൊക്കെ വയ്ക്കുക. ബൈ.